തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന സമയത്ത് ഞാൻ ശ്രീ സുകുമാരൻ നായർ സാറിനെ കാണാറുണ്ട്. അത് വലിയ തിരക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വരാറ്. വന്ന് അദ്ദേഹത്തെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യാറുണ്ട്. അത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങുക, എല്ലാ സമുദായ സംഘടനകളുടെയും ചുമതലയിലിരിക്കുന്നവരുമായി കേരളത്തിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നല്ല ബന്ധം പുലർത്താനും അവരുടെ ഉപദേശങ്ങളെല്ലാം മനസ്സിലാക്കാനുമൊക്കെ നമ്മൾ രാഷ്ട്രീയ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ സമയം അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ട് അവസരമുണ്ടായി. അപ്പോൾ അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അല്ല, ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും മത്സരം ത്രികോണ മത്സരമാവുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം രണ്ട് മുന്നണികളും അവരവരുടേതായിട്ടുള്ള വോട്ടുകൾ സമാഹരിച്ചാൽ ആ വോട്ടുകൾ അവരുടെ പെട്ടിക്കകത്ത് തന്നെ വീണാൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമുക്കല്ലേ. അപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രവുമല്ല, ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവരുടെയും മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ട് ആലപ്പുഴ മാറാനുള്ള കാരണം തന്നെ ഇന്ത്യ മുന്നണിക്ക് രാജ്യമാകെ നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഏറ്റവും കൂടുതൽ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഒരു ഭാഗത്തും അദ്ദേഹത്തെ എതിർക്കുന്നവർ മറുഭാഗത്തുമുള്ള അതിൻ്റെ ഒരു നേർ ചിത്രമാണ് ആലപ്പുഴയിൽ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ജനങ്ങൾ മനസ്സിലാക്കും. മോദിജിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അവർക്കെല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും മോദി വിരുദ്ധത ആരാണോ രാജ്യവ്യാപകമായി പടർത്താൻ ശ്രമിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള സമ്മതിദാന അവകാശം അത് വോട്ടർമാർ രേഖപ്പെടുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.